ഗാസയിലെ മാനുഷിക മഹാദുരന്തം വെസ്റ്റ് ബാങ്കിൽ സംഭവിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. പറയുന്നത് സാക്ഷാൽ ചൈനയാണ്. ചൈന ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭൂമിയിലെ നരകമാണ് ഗാസ. അത് നിങ്ങൾ നൽകിയ ഒന്നാണ്. ഇനി വെസ്റ്റ് ബാങ്കിനെയും നിങ്ങൾ നരകമാക്കരുത്. വെസ്റ്റ് ബാങ്ക് ആക്രമിക്കുവാനുള്ള ഇസ്രയേൽ പദ്ധതിയോടുള്ള ചൈനയുടെ പ്രതികരണമായിരുന്നു ഇത്. വെസ്റ്റ് ബാങ്ക് കയ്യേറി ഫലസ്തീനികളെ കുടിയിറക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. തുടർച്ചയായി ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലെ തുൽക്കറേം, ജനീൻ, തൂബാസ് എന്നിവയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിയെ ചൈന അതിശക്തമായി അപലപിക്കുന്നു. ചൈനയുടെ ഇസ്രയേൽ വിരുദ്ധ പ്രസ്താവനയായിരുന്നു ഇത്. നേരത്തെ ഗാസ ആക്രമണത്തിൽ ഒരു മധ്യസ്ഥ സ്വരത്തിലൂടെയായിരുന്നു ചൈന സംസാരിച്ചിരുന്നതെങ്കിൽ ഇസ്രയേലിൻ്റെ ഈ നീക്കത്തിനെതിരെ ഭീഷണിയുടെയും ഇസ്രയേൽ പരിധി വിടുന്നു എന്നതിൻ്റെയും ഒരു സ്വരത്തിലാണ് ചൈനയുടെ സംസാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സംയമനം പാലിക്കൽ ചൈനയുടെ ആവശ്യമാണ്. കാരണം ഗൾഫ് യൂറോപ്യൻ ഇടനാഴി എന്നത് ചൈനയുടെ സ്വപ്ന പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലാവണമെങ്കിൽ ഗൾഫ് മേഖലയിൽ സമാധാനമുണ്ടാകണം. ആ സമാധാനം ഇസ്രയേലിൻ്റെ നിലപാടുകൾ മൂലം അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന് എങ്ങനെയെങ്കിലും ഇറാൻ യുദ്ധമുഖത്ത് എത്തണം, അല്ലെങ്കിൽ ഇറാനെ എത്തിക്കണം. എന്നാൽ ഇറാൻ ആവട്ടെ അവരുടെ പ്രകോപനങ്ങളിൽ വീഴുന്നുമില്ല. വർഷങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന യുദ്ധം ഒരിക്കലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളുമായി മുന്നോട്ട് പോവില്ല. ഗസയെ ആക്രമിക്കുന്നത് പോലെയാവില്ല ഇറാനുമായുള്ള സംഘർഷം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായത്തോടെ ഒരു ആക്രമണം നടത്തി ശരവേഗത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പിന്നീട് ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലിലൂടെ യുദ്ധം അവസാനിപ്പിക്കാം എന്നതാണ് ഇസ്രയേലിൻ്റെ യുദ്ധ പദ്ധതി. എന്നാൽ ഈ പ്ലാനിൽ വീഴാതിരിക്കുകയാണ് ഇറാന്റെ പദ്ധതി. തങ്ങൾ നിശ്ചയിച്ച സമയത്തിലേക്ക് ഇസ്രയേലിനെ കൊണ്ടുവരികയാണ് ഇറാൻ. മസൂദ് പെഷസ്കിയാൻ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അന്താരാഷ്ട്ര തലത്തിൽ ലോകരാജ്യങ്ങളുമായുള്ള സൗഹൃദവും ബന്ധവും ഊട്ടിയുറപ്പിക്കുന്ന തിരക്കിലാണിപ്പോൾ ഇറാൻ. ഉപരോധവും മറ്റും തീർത്ത വികസന മുരടിപ്പിൻ്റെയും സാങ്കേതിക മുരടിപ്പിൻ്റെയും പ്രശ്നങ്ങൾ മറികടക്കാൻ ഈ സന്ദർഭം ഇറാൻ ഇപ്പോൾ ബുദ്ധിപരമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിലും ഒരു രാഷ്ട്രീയമുണ്ട്. ലോകവേദികളിൽ ഇറാൻ ഇപ്പോൾ ചർച്ചയാണ്. ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് തങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതെന്ന പ്രതീതി ഇറാനും ഇറാനെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾക്കുമുണ്ട്. ഇതേ സമയം ഇറാന്റെ ആയുധശക്തിയിലും ഇതര രാജ്യങ്ങൾക്ക് കൗതുകവും ആകാംക്ഷയുമുണ്ട്. ഇസ്രയേലിൻ്റെ കുബുദ്ധിയിൽ കുടുങ്ങാതെ നയതന്ത്ര നീക്കങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ഒന്നായിരിക്കും പരിഷ്കരണവാദി എന്നറിയപ്പെടുന്ന ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ മുന്നിലുള്ള നീക്കം. അതിൻ്റെ ആദ്യപടി എന്നോണമാണ് നോർവീജിയൻ പ്രധാനമന്ത്രിയുമായുള്ള അദ്ദേഹം നടത്തിയൊരു ടെലിഫോൺ സംഭാഷണം. ഉപരോധത്തിനും സമ്മർദ്ദത്തിനും കീഴിലുള്ള തങ്ങളുടെ രാജ്യം എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിതരായാൽ ഞങ്ങളുടെ സമീപനം തീർച്ചയായും മറ്റൊന്നായിരിക്കും എന്ന സൂചനയാണ് പെഷസ്കിയാൻ നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഹഗർസ്റ്റോയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നോർവേയോട് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ സമാധാനത്തിനാണ് ആഗ്രഹിക്കുന്നത്, യുദ്ധം നിർത്താൻ തങ്ങൾ തയ്യാറാണ്. നേരത്തെ 2018 ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളിൽ ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച സമിതിയുമായി ഞങ്ങൾ സഹകരിച്ചവരാണ്. ആണവ കരാറിൻ്റെ വ്യവസ്ഥകൾ ഇറാൻ പൂർണ്ണമായും പാലിക്കുന്നുണ്ട് എന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞതാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഇവയെല്ലാം അട്ടിമറിക്കുകയായിരുന്നു. ഇറാൻ, US, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പകരമായി ഇറാൻ അതിൻ്റെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ അമേരിക്ക കരാർ ലംഘിച്ചതോടെ തങ്ങൾ വീണ്ടും ആണവ കരാറുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പെഷസ്കിയാൻ പറഞ്ഞത്. മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇരട്ടത്താപ്പ് നയമാണ് തുടരുന്നത് എന്നും അവർക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചില പ്രത്യേക വിഷയങ്ങളിൽ, ചില പാശ്ചാത്യ രാജ്യങ്ങൾ ചില വിഷയങ്ങളിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാചാലമാകുമ്പോൾ, ഗാസ മുനമ്പിലെ വിഷയത്തിൽ അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അവരുടെ മനസ്സുകൾ വിലപിക്കുകയോ വേദനിക്കുകയോ ചെയ്യുന്നില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് നിരപരാധികളെ വധിക്കാൻ ഇസ്രയേലിന് സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ഇവർ നിർബാധം നൽകി വരികയാണ്. ഫലസ്തീൻ ജനതയെ പിന്തുണക്കുന്ന നോർവേയുടെ നിലപാടിനെ ഇറാൻ അഭിനന്ദിക്കുന്നു. ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കെതിരായ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾ ഉടനടി അവസാനിപ്പിക്കാൻ
മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിച്ച് ശ്രമങ്ങൾ നടത്തുമെന്നാണ് പ്രധാനമന്ത്രി സ്റ്റോറെ ഇറാനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ ഭാഗത്ത് നോർവേയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ സ്റ്റോയർ സൗഹാർദ്ദപരമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. നോർവേ എപ്പോഴും ഇറാന്റെ സുഹൃത്തായി കരുതുന്ന രാജ്യമാണ്. ഇറാനിയൻ ജനതയ്ക്ക് പുരോഗതിയും ക്ഷേമവും നോർവേ ആഗ്രഹിക്കുന്നു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ, പ്രത്യേകിച്ച് ഗാസയിലെ ജനങ്ങൾക്കെതിരായ ഇസ്രയേൽ നിരന്തരാക്രമണങ്ങളിൽ പ്രധാനമന്ത്രി തൻ്റെ രാജ്യത്തിൻ്റെ ആശങ്കകളും പ്രകടിപ്പിച്ചു. ഗാസയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ യുദ്ധത്തെയും അതിൻ്റെ വിനാശകരമായ അനന്തരഫലങ്ങളെയും ഞങ്ങൾ അപലപിക്കുന്നുണ്ട്. ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രത്തിനുള്ള അവകാശങ്ങൾ അംഗീകരിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ. ആ നോർവേക്കൊപ്പം അയർലൻഡും സ്പെയിനും ഉണ്ട്. ഈ കൈപ്പേറിയതും ദുഃഖകരവുമായ സംഭവങ്ങൾ എത്രയും വേഗം അവസാനിക്കുമെന്നാണ് തങ്ങൾ കരുതുന്നത് എന്നാണ് മസൂദ് പെഷസ്കിയാനോട് നോർവേ പ്രധാനമന്ത്രി ഓസ്ലോ വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ അശാന്തി പടർത്തണമെന്നും ഇറാനെ ആക്രമിക്കണം എന്നും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെ താല്പര്യമാണെങ്കിൽ, മറുഭാഗത്ത് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ ചേരിയിലേക്ക് മറ്റു രാജ്യങ്ങളെ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെയും യൂറോപ്പിലെ രാജ്യങ്ങളെയും കൊണ്ടെത്തിക്കുക ആണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുന്നിൽ ചൈനയും നിൽക്കുന്നു എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാവഹമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.